പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മനോഹരമായ ഒരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. ആ തോബിത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. പിതാവ് അവനോട് പറഞ്ഞു, ഇവനോടുകൂടെ പൊയ്ക്കൊള്ളുക. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിൻ്റെ മാർഗം ശുഭമാക്കും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. മകനായ തോബിയാസിനെ ദൂരയാത്രയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ അപ്പനായ തോബിത്ത് പറഞ്ഞ വാക്കുകളാണിത്. തോബിത്ത് ധനികനായൊരു വ്യക്തിയായിരുന്നു. ഇസ്രായേൽ നാടുകടത്തപ്പെട്ട വ്യക്തി, വലിയ സമ്പത്ത് ആർജിച്ചു. പക്ഷേ അദ്ദേഹം നിയമങ്ങൾ കണിശമായി അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചു, നിയമാനുഷ്ഠാനങ്ങളിൽ വീഴ്ച വരുത്തിയിരുന്നുമില്ല. ഇങ്ങനെ നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ക്ലേശങ്ങളും ത്യാഗങ്ങളും നഷ്ടങ്ങളും സഹിക്കേണ്ട വന്ന വ്യക്തിയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ നിയമങ്ങളനുസരിച്ചതിൻ്റെ പേരിൽ നാട് വിട്ടു പോകേണ്ടി വന്നു. രാജാവിനെ ഭയന്ന് തിരിച്ചു വന്ന് അദ്ദേഹം മൃതശരീരം സംസ്കരിച്ച് അശുദ്ധനായതിൻ്റെ പേരിൽ രാത്രിയിൽ വീട്ടിൽ പ്രവേശിക്കാൻ കഴിയാതെ പുറത്ത് കിടന്നുറങ്ങിയപ്പോൾ മരത്തിലിരുന്ന കുരുവിയുടെ കാഷ്ടം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വീണ് കാഴ്ച നഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുക. കാഴ്ച നഷ്ടപ്പെട്ടു, വൃദ്ധനായി, രോഗിയായി, ദരിദ്രനുമായി. ഈ വൃദ്ധനും ദരിദ്രനുമായ തോബിത്ത് തൻ്റെ നല്ല കാലത്ത് നിക്ഷേപിച്ചിരുന്ന ഒരു തുക, ആ പണം വാങ്ങാനായി മകൻ തോബിയാസിനെ വിദൂരസ്ഥമായ റാഗസിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ഒരു ആളെ കൂട്ടുവേണം, കൂട്ടുകാരനായി വഴി കാണിക്കാൻ. ഇങ്ങനെ തോബിയാസിൻ്റെ കൂട്ടുകാരനായി വഴികാട്ടിയായി കടന്നു വന്ന വ്യക്തിയാണ് റഫായേൽ. അത് ദൈവദൂതനാണെന്ന് തോബിത്തിന് മനസ്സിലായില്ല. റഫായേൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സുഖപ്പെടുത്തുന്ന ദൈവമെന്നാണ്. ദൈവം തോബിത്തിനെ സുഖപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ 7 ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് വിലപിച്ചിരുന്ന സാറായെ സുഖപ്പെടുത്താൻ, പിശാചു ബാധിതയായിരുന്നു എന്നാണ് പറയുക, സാറായെ സുഖപ്പെടുത്താനും ദൈവം റഫായേലിനെയാണ് ചുമതലപ്പെടുത്തിയത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ റഫായേൽ തോബിത്തിന് കൂട്ടുവന്നു. വഴികളിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു. സാറായിക്കും തോബിത്തിനും പൂർണ്ണമായ സൗഖ്യം നൽകാനായിട്ട് സാധിച്ചു. ദൈവം കൂടെ നടന്നു, വഴി നടത്തി. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ പ്രധാന പ്രമേയം ഇതാണ്: കൂടെ നടക്കുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം. കാവൽ ദൂതൻ എന്ന കാഴ്ചപ്പാട് തന്നെ ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം ഓരോ വ്യക്തിക്കും സംരക്ഷണം നൽകുന്നു. ആ സംരക്ഷണം നൽകാനായി തൻ്റെ ദൂതനെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ തന്നെ തൻ്റെ ദൂതന്മാർ, കർത്താവിൻ്റെ ദൂതന്മാർ സംരക്ഷിക്കുന്നത് പോലെ ഇവിടെ തോബിയാസിനെ കൈപിടിച്ച് നടത്താനായി വന്ന ദൈവത്തിൻ്റെ ദൂതൻ. ഒരു നല്ല ദൂതൻ അവനോട് ഒത്തുപോകും, അവൻ്റെ യാത്ര മംഗളമായിരിക്കും എന്ന് തോബിത്ത് ഭാര്യയെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവവേദ്യമാകും. ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ തന്നെ സംരക്ഷണമാണ് നമുക്ക് നൽകുന്നത്. യേശു പറഞ്ഞു, എന്നും നിങ്ങളോടുകൂടി ആയിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. ദൈവം തൻ്റെ വചനം നമുക്ക് വഴികാട്ടിയായി നൽകിയിട്ടുണ്ട്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് മന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ആ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ദൂതനാണ്. ആ വചനത്തിന് നമ്മൾ കാതോർക്കുക. ദൈവം വഴി നടത്തുമ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കും. ഭയം വേണ്ട. ജീവിതത്തിൽ നമ്മളെ കൈപിടിച്ച് നടത്താൻ കഴിവുള്ളവനാണ് ദൈവം. പക്ഷേ ആ നയിക്കുന്ന ദൈവത്തിന് നമ്മൾ സ്വയം വിട്ടുകൊടുക്കണം. അവിടുത്തെ ശബ്ദം കേൾക്കണം. നമ്മുടെ മുമ്പിൽ ജീവനിലേക്ക് നയിക്കുന്ന വഴിയുണ്ട്, മരണത്തിലേക്ക് നയിക്കുന്ന വഴിയുമുണ്ട്. ഈ വഴിയിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ശക്തി നൽകുന്നത്. നേരായ വഴി, ജീവനിലേക്ക് നയിക്കുന്ന വഴി തിരഞ്ഞെടുക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുക. കേൾക്കുന്ന വചനത്തിന് അനുസരിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവവേദ്യമാകും. കർത്താവിൻ്റെ ദൂതൻ എപ്പോഴും നമുക്ക് സംരക്ഷണം നൽകട്ടെ.